അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിനസ്രിൽ അസീസ് 2026 മാർച്ച് മാസം 27-ാം തീയതി നടത്തിയ ജുമാ ഖുതുബയുടെ പ്രധാന ഭാഗങ്ങളാണ് ഇന്ന് കേൾപ്പിക്കുന്നത്. പ്രസ്തുത ഖുതുബയുടെ തലവാചകം ഇസ്ലാമിലെ വിശ്വാസം എന്നതാണ്. വിശ്വാസം തഖ്വയെ അടിസ്ഥാനമാക്കിയുള്ള ആത്മാർത്ഥവും സത്യസന്ധവുമായ യഥാർത്ഥ വിശ്വാസം ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ ഒരു അടിസ്ഥാന സംഭവമാണ്, അടിസ്ഥാന സ്തംഭമാണ്. ഇപ്പോൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനമായ പിടിവള്ളി എന്ന് പറയുന്നത് വിശ്വാസമാണ്. തഖ്വയിൽ അടിസ്ഥാനമാക്കിയുള്ള വിശ്വാസം. തൻ്റെ എന്ത് വാക്കും പ്രവൃത്തികളും അള്ളാഹു ചോദിക്കുമെന്നും അതിനുത്തരം പറയേണ്ടി വരുന്നതുമാണ് എന്നുള്ള ഉദ്ദേശത്തോടെ, നിശ്ചയത്തോടെ അതിനെ ജീവിതത്തിൽ കാണുമ്പോഴാണ് അവനൊരു യഥാർത്ഥ വിശ്വാസത്തിൻ്റെ ആളാണ് എന്ന് മനസ്സിലാക്കുന്നത്. ഇസ്ലാമിൽ ഇത് ഉള്ളിലെ ഒരു വികാരം മാത്രമല്ല, വിശ്വാസിയുടെ ഹൃദയത്തെ അള്ളാഹുവുമായി ബന്ധിപ്പിക്കുകയും ദൈനംദിന ജീവിതത്തിൽ അവന് ധാർമ്മികവും സാമൂഹികവുമായ ശക്തി നൽകുകയും ചെയ്യുന്ന ആത്മീയ പാതയാണ്. നിത്യജീവിതത്തിൽ ഈ വിശ്വാസം അവൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുക എന്നത് മാത്രമല്ല, അതനുസരിച്ച് ഹൃദയത്തിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഈ അമാനത്ത് അത് ധാർമ്മികമായും അതുപോലെ സാമൂഹികമായുമുള്ള ജീവിതക്രമത്തിൽ അവന് ശക്തി പകരുന്ന ആത്മീയ പാതയാണ്. അവൻ ആ വഴിയിലൂടെയാണ് അവൻ്റെ യാത്ര. ഒരു വിശ്വാസി സ്വന്തത്തിലും കുടുംബത്തിലും കൂട്ടാളികളിലും ഏറ്റവും പ്രധാനമായി എല്ലാം നിയന്ത്രിക്കുന്ന സൃഷ്ടാവുമായി പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സ്വന്തം നഫ്സിനോടായാലും കുടുംബത്തിലുള്ള അംഗങ്ങളോടായാലും തൻ്റെ സഹപ്രവർത്തകരായ തൻ്റെ സ്നേഹിതന്മാരോടായാലും ഇവരോടെല്ലാം ഏറ്റവും പ്രധാനമായി എല്ലാം നിയന്ത്രിക്കുന്ന സൃഷ്ടാവുമായി പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാൻ, അപ്പോൾ അള്ളാഹുവിനോട് കടപ്പെട്ടിരിക്കുന്നു താൻ എന്ന വിശ്വാസത്തിൽ സ്വന്തം നഫ്സിനെയും സ്വന്തം കുടുംബാംഗങ്ങളെയും സ്വന്തം സഹപ്രവർത്തകരെയും കൂട്ടുകാരെയും എല്ലാം അള്ളാഹുവുമായി അവനെ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നു, അള്ളാഹുവിൽ ആരെങ്കിലും വരമേൽപ്പിക്കുന്നുവെങ്കിൽ അവൻ മതിയാകുന്നു. സൂറ അത്തലാഖിൽ 65-ാം അധ്യായം 4-ാം വചനത്തിൽ വമൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബുഹു. ആരാണോ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നത്
അവൻ മതിയായവനാണ്. അപ്പോൾ ഈ വാക്യം വ്യക്തമാക്കുന്നത് അള്ളാഹുവിലുള്ള വിശ്വാസം ഒരു വെറും വാക്കല്ല, മറിച്ച് ശാന്തതയുടെയും വിജയത്തിൻ്റെയും വാതിൽ തുറക്കുന്ന ദൈവിക ഉറപ്പാണ് എന്നാണ്. അപ്പോൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അവന് സമാധാനപൂർണമായ ഒരു ജീവിതം, അതുപോലെ തൻ്റെ ജീവിതത്തിലെ വിജയം, ഇവയുടെയൊക്കെ വാതിൽ തുറക്കുന്ന ദൈവിക ഉറപ്പാണ് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക എന്ന് പറയുന്നത്. ആത്മവിശ്വാസം, അതായത് ഒരു വിശ്വാസിയും തൻ്റെ കഴിവുകളിൽ വിശ്വസിക്കുന്നത് ജീവിതത്തിൽ മുന്നേറാൻ ഒരു ആവശ്യമായ വ്യവസ്ഥയായി നിലകൊള്ളുന്നു. ആത്മവിശ്വാസമില്ലാതെ ഒരു വ്യക്തി ഭയവും അനിശ്ചിതത്വവും കൊണ്ട് തളർന്നു പോകുന്നു. അപ്പോൾ എനിക്കിത് കഴിയും എന്ന് നമുക്കൊരു ആത്മവിശ്വാസം വരണമെങ്കിൽ എൻ്റെ കൂടെ അള്ളാഹു ഉണ്ട് എന്നുള്ള ആ വിശ്വാസമാണ് അവനെ മുന്നോട്ട് നയിക്കുന്നത്. അവൻ്റെ മുന്നോട്ടുള്ള പാതയിൽ അവൻ തളർന്നു പോകാതിരിക്കണമെങ്കിൽ ഈ ദൃഢമായ വിശ്വാസം അവനിൽ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ജീവിത പ്രയാസങ്ങളുടെ മുമ്പിൽ അവൻ തളർന്നിരുന്നു പോകും. അതുകൊണ്ട് പക്ഷേ ഇസ്ലാം പഠിപ്പിക്കുന്നത് ആത്മവിശ്വാസം എപ്പോഴും എല്ലാ ശക്തിയും വിജയവും അള്ളാഹുവിൻ്റെ അനുമതിയാൽ മാത്രമേ വരൂ എന്ന ബോധത്തോടൊപ്പം ആയിരിക്കണമെന്നാണ്. എന്നാൽ ഈ ആത്മവിശ്വാസം അള്ളാഹുവിൻ്റെ കൽപ്പനയനുസരിച്ച് അവൻ്റെ അനുമതിയോട് കൂടിയേ തനിക്ക് ലഭ്യമാവുകയുള്ളൂ എന്ന ബോധം തന്നിലുണ്ടായിരിക്കണം. പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, പരസ്പരം മല്ലിട്ട് മറ്റുള്ളവരെ തോൽപ്പിക്കുന്നവനല്ല ശക്തൻ, മറിച്ച് കോപിക്കുമ്പോൾ സ്വയം നിയന്ത്രിക്കുന്നവനാണ് ശക്തൻ. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇത് കാണിക്കുന്നത് യഥാർത്ഥ ആത്മവിശ്വാസം ശാരീരിക ശക്തിയിലല്ല, മറിച്ച് സ്വയം നിയന്ത്രണത്തിലും ഉള്ളിലെ അച്ചടക്കത്തിലും നമ്മെ എല്ലാവരെയും പൂർണ്ണമായും അള്ളാഹുവിന് ഭരമേൽപ്പിക്കുന്നതിലുമാണ്. അപ്പോൾ പരിപൂർണമായ നിലയിൽ ഒരാൾക്ക് ആത്മവിശ്വാസമുണ്ട് എങ്കിൽ, അവൻ്റെ ശക്തി പ്രഭാവം തന്നിൽ ഉണ്ടാകണമെങ്കിൽ അള്ളാഹുവിൽ അവനെ സമ്പൂർണമായും അർപ്പിക്കേണ്ടതാണ്, ഭരമേൽപ്പിക്കേണ്ടതാണ്. മാതാപിതാക്കളിലും ചുറ്റുപാടിലുമുള്ളവരിലും ഉള്ള വിശ്വാസത്തിനും വലിയ മൂല്യമുണ്ട്. ആ ചുറ്റുപാട് വിശ്വാസയോഗ്യമായിരിക്കണം. പരസ്പര വിശ്വാസത്തിൻ്റെ മേലാണ് ഒരു സമൂഹം നിലകൊള്ളുന്നത്. വിശ്വാസമില്ലാതെ സ്ഥിരതയോ ബഹുമാനമോ ഇല്ല. ഇസ്ലാമിൽ മാതാപിതാക്കളോടുള്ള ബഹുമാനവും വിശ്വാസവും ഒരു വിശുദ്ധ കടമയായി തുടരുന്നു. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നു, മാതാപിതാക്കളോട് നന്നായി പെരുമാറുവാൻ നാം മനുഷ്യനോട് കൽപ്പിച്ചിരിക്കുന്നു. സൂറ അൽ-അൻകബൂത്തിൽ 29-ാം അധ്യായം 9-ാം വചനത്തിൽ അല്ലാഹു പറയുന്നു, വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹുസ്ന. മാതാപിതാക്കളോട് നന്നായി പെരുമാറുവാൻ നാം മനുഷ്യനോട് കൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ മാതാപിതാക്കളോട് നമ്മുടെ ചുറ്റുമുള്ളതാണ്, നമ്മളെ ചുറ്റിപ്പറ്റിയുള്ള കാര്യമാണത്. അതോടൊപ്പം അതിൻ്റെ വിപുലീകരണം സഹോദരന്മാരും സഹോദരിമാരും മറ്റ് ബന്ധുക്കളും പിന്നെ അയൽവാസികളും ഇവരെല്ലാവരും. അപ്പോൾ ഇത് എല്ലാവരോടും നല്ല നിലയിൽ നാം വർത്തിക്കണം എന്നത് അല്ലാഹു തആല കൽപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. ഒരിക്കലും നിരാശപ്പെടുത്താത്ത പൂർണ്ണമായ വിശ്വാസം അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. ഹസരത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് റിപ്പോർട്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അള്ളാഹുവിലുള്ള വിശ്വാസത്തിൻ്റെ ഭംഗിയെക്കുറിച്ച് വളരെ രസകരമായ ഒരു കഥ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. അള്ളാഹുവിൻ്റെ വിശ്വാസത്തെ സംബന്ധിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ബനീ ഇസ്രായേലിൽ നടന്ന ഒരു കഥ, ഒരു സംഭവം, ഒരു അധ്യായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവരിക്കുകയുണ്ടായി. പ്രസ്തുത വിവരണം ദൈർഘ്യമേറിയതാണ്. ഇൻഷാ അല്ലാഹ് അതും
മറ്റ് ഉപദേശങ്ങളുമായി അള്ളാഹു തൗഫീഖ് നമുക്ക് അടുത്ത വെള്ളിയാഴ്ച വീണ്ടും കണ്ടുമുട്ടാം. അള്ളാഹു തആലയുടെ പ്രത്യേക സംരക്ഷണയിലും അള്ളാഹുവിൽ പരിപൂർണമായി തവക്കൽ ചെയ്തുകൊണ്ടുള്ള ഒരു ജീവിതക്രമം നമ്മുടെ സ്വന്തത്തിലും അതുപോലെ കുടുംബത്തിലും അതുപോലെ മാതാപിതാക്കളിലും അതുപോലെ തന്നെ സമൂഹത്തിലും പരസ്പരം വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു സമൂഹമുണ്ടെങ്കിൽ മാത്രമേ സമാധാനത്തോടു കൂടി നമുക്ക് ഇഹലോകത്ത് ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള പരസ്പര വിശ്വാസത്തിൽ അധിഷ്ഠിതമായ അള്ളാഹുവിൽ തവക്കൽ ചെയ്യുന്ന ഒരു സമൂഹത്തിൽ കഴിയുക എന്ന് പറയുന്നത് വളരെ വലിയ ഭാഗ്യമാണ്. അത്തരത്തിലുള്ള ഒരു സമൂഹ സൃഷ്ടിക്ക് വേണ്ടി നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതാണ്. അല്ലാഹു തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ. ജസാക്കുമുല്ലാഹു ഖൈറൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.